ടി.എൻ. പ്രതാപൻ എം.പിക്ക് വേണ്ടി തൃശൂരിൽ കൂടുതൽ ചുവരെഴുത്തുകൾ. പുല്ലഴിയിലെ കോൺഗ്രസ് ഓഫീസിന് മുന്നിലാണ് ഇന്നലെ രാത്രി പുതിയ ചുവരെഴുത്ത് പ്രത്യക്ഷപ്പെട്ടത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപ് പ്രചാരണം വേണ്ടെന്ന KPCC നിർദ്ദേശം പ്രാദേശിക നേതൃത്വം വകവയ്ക്കുന്നില്ല എന്ന ആരോപണവും ഉയർന്നിട്ടുണ്ട്. സൂരജ് സജി തൃശൂരിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. സൂരജ്, യഥാർത്ഥത്തിൽ ഈ ആവേശക്കാർ ചെയ്യുന്നതാണോ ഇത്, അതോ മോദി വന്നതിന് ശേഷം വലിയ രൂപത്തിൽ അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം മാറിയിരിക്കുന്നു എന്നതിൻ്റെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അനൗദ്യോഗികമായ പ്രചാരണത്തിന് തുടക്കം എന്ന നിലയിലാണോ ഇത് കാണേണ്ടത്? വേണു, തീർച്ചയായും ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ ഒരു മണ്ഡലത്തിലും ഇല്ലാത്തതുപോലുള്ള ഒരു തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് അത് തൃശൂർ കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. മറ്റൊരു മണ്ഡലത്തിലും ഇത്രയേറെ പറയാവുന്ന തരത്തിലേക്ക് ഒരു പോരിലേക്ക്, അതായത് ഒരു തുറന്ന തെരഞ്ഞെടുപ്പ് പോരിലേക്ക് പോകുന്ന ഒരു സാഹചര്യമില്ല. സുരേഷ് ഗോപിക്ക് വേണ്ടി ചുവരെഴുത്തുകൾ, 2 തവണ പ്രധാനമന്ത്രി എത്തിച്ചുള്ള പ്രചരണങ്ങൾ, ഇതെല്ലാം തന്നെ കോൺഗ്രസിലെ സാധാരണ പ്രവർത്തകരെ സംബന്ധിച്ച് അവർക്ക് ഈ പ്രചരണ രംഗത്തേക്ക് എത്താൻ കഴിയാത്തതിന്റെ ഒരു നീരസം ഉണ്ടാക്കിയിട്ടുണ്ട്. അവർ സ്വമേധയായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഒരു ആവേശത്തിന്റെ പുറത്ത് ചുവരെഴുതിയതാണ് എന്നുള്ളതായിരുന്നു ഇന്നലെ നേതൃത്വം എല്ലാം വ്യക്തമാക്കിയത്. ഈ ചുവരെഴുത്തുകൾ വരുന്ന സമയത്തെല്ലാം ടി.എൻ. പ്രതാപൻ ഇടപെട്ടുകൊണ്ട് ഈ ചുവരെഴുത്തുകൾ മാറ്റണം എന്നൊരു നിർദ്ദേശം നൽകിയിരുന്നു. പക്ഷേ ഇന്നലെ പുല്ലഴിയിൽ കണ്ടത് KPCCയുടെ സെക്രട്ടറി ആയിട്ടുള്ള K. പ്രസാദിന്റെ നേതൃത്വത്തിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് ഈ ചുവരെഴുത്ത് അവിടെ നടത്തിയത് എന്നുള്ളതാണ് ഒരു വിഭാഗം നേതാക്കൾ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. അത്തരത്തിൽ നേതൃത്വം ഇടപെട്ടുകൊണ്ട് തന്നെ ഒരു ചുവരെഴുത്തിലേക്ക് തൃശൂരിൽ കാര്യങ്ങൾ പോയി എന്നുള്ളത് തന്നെയാണ്. തൊട്ടു പിന്നാലെ വീണ്ടും ടി.എൻ. പ്രതാപൻ ഇടപെടുന്നു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പ്, അല്ലെങ്കിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുമ്പ് ചുവരെഴുതുന്നത് ശരിയല്ല, അതുകൊണ്ട് തന്നെ പ്രവർത്തകർ ഇതിൽ നിന്ന് പിന്മാറണം എന്നൊരു കർശന നിർദ്ദേശം ഇന്നലെ രാത്രിയും ടി.എൻ. പ്രതാപൻ നൽകിയിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ടൊന്നും ഈ ചുവരെഴുത്തുകൾ തീരും എന്ന് നമുക്ക് തോന്നുന്നില്ല. കാരണം ഇന്ന് നമ്മൾ കോൺഗ്രസ് നേതാക്കളുമായി സംസാരിക്കുമ്പോൾ പ്രചരണ ബോർഡുകൾ ഉൾപ്പെടെ സ്ഥാപിക്കുന്നതിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുമെന്ന ഒരു വിഭാഗം നേതാക്കൾ അനൌദ്യോഗികമായി അറിയിക്കുന്നുണ്ട്. അത്തരത്തിൽ നേതൃത്വത്തിന്റെ അറിവോടുകൂടിയാണ് ഒരു വശത്ത് ടി.എൻ. പ്രതാപന് വേണ്ടി പ്രചാരണങ്ങൾ നടക്കുന്നത്. അതുവശത്ത് ഇന്ന് K. രാജനും ഇതിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തി. അദ്ദേഹം പറയുന്നത് ടി.എൻ. പ്രതാപൻ ചുവരെഴുതരുത് എന്ന് പറഞ്ഞാൽ പോലും കേൾക്കാത്ത അണികളാണ് തൃശ്ശൂരിലുള്ളത്. അവർ എങ്ങനെയാണ് ടി.എൻ. പ്രതാപന് വോട്ട് ചെയ്യാൻ ആവശ്യപ്പെടുമ്പോൾ വോട്ട് ചെയ്യുക എന്നൊരു വിമർശനമാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് K. രാജൻ മുന്നോട്ട് വെച്ചത്. എന്തായാലും വലിയ വിമർശനങ്ങൾ ഈ ചുവരെഴുത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയരുന്നു. ഒരു വശത്ത് പ്രവർത്തകർ ചുവരെഴുത്തുമായി തുടരെ മുന്നോട്ട് പോകുന്ന സാഹചര്യവുമാണുള്ളത്. വേണു, സൂരജ് സജിയാണ് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ.